ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അവൽ പുട്ടിൻ്റെ റെസിപ്പിയാണ്. വളരെ രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ അവൽ പുട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അവിലാണ്. അപ്പോൾ 2 കപ്പ് അളവിലാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് അവലെടുത്തിട്ടുള്ളത്. അവലെടുക്കുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള അവൽ നോക്കിയെടുക്കണം. ഇച്ചിരി തിന്നായിട്ടുള്ള അവലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ അളവിൽ ഇതിലേക്ക് ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ കട്ടിയായിട്ടുള്ള അവലിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതായത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത്. നമ്മുടെ സാധാരണ പുട്ടിൻ്റെ പൊടി ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാറില്ലേ, അതുപോലെ വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബോളിലേക്കൊന്ന് എടുക്കാം. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ അവലിൻ്റെ പൊടി കിട്ടാനായിട്ട്. ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞു പോകരുത്, ഈ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. കൂടെ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കണം. അതായത് ആദ്യം വളരെ കുറച്ച് വെള്ളം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില അവലിൽ കുറഞ്ഞ അളവിൽ വെള്ളം മതിയാവും, ചില അവലിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പേരിൽ ഫസ്റ്റിലേ തന്നെ കൂടുതൽ വെള്ളം ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചും കൂടി കൂടുതൽ അളവിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പുട്ടിൻ്റെ മിക്സ് കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മൾ കറക്റ്റ് പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കരുത്. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഇതിൽ നിൽക്കണം. അതായത് അത്യാവശ്യം വലിയ വലിയ കട്ടകളൊക്കെ ഇതുപോലെ ഉണ്ടാകണം. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ആദ്യം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. കുറച്ച് വെള്ളം കൂടുതലായിട്ട് എന്ന് വെച്ചിട്ട് ഒരുപാട് വെള്ളം കൂടുതൽ ചേർക്കരുത്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ അവലിൻ്റെ മിക്സിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ടിനെ നമ്മുടെ അവലെല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കട്ടയൊക്കെ നമുക്കൊന്ന് കൈവച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. നല്ലതുപോലെ തന്നെ തരിതരിയായിട്ട് നമ്മുടെ ഈ പുട്ടിൻ്റെ മിക്സ് കിട്ടും. ഈ ഒരു രീതിക്ക് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം കേട്ടോ നമ്മുടെ ഈ പുട്ടിൻ്റെ മിക്സ് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഏലക്കാ പൊടിച്ചതും കൂടി ചേർക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഏലക്കാ പൊടി ചേർക്കുന്നത്. ഏലക്കാ പൊടിയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ആവിച്ചെമ്പിലാണ് വെക്കുന്നത്. ഇതിന് പകരം സാധാരണ നമ്മുടെ പുട്ടുകുറ്റി ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ തേങ്ങയും ഈ പുട്ടിൻ്റെ മിക്സുമായിട്ട് നിറച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ആവിച്ചെമ്പിൽ വെക്കുകയാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിന് തട്ടിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു വാഴയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ പുട്ടിൻ്റെ മിക്സ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യുകയാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് ആവി കൊള്ളിക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പുട്ടിന് പാകത്തിനൊന്ന് വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുട്ടിൻ്റെ മിക്സ് എല്ലാം നല്ലതുപോലെ തന്നെ സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു മറ്റൊരു ബോളിലേക്കൊന്ന് മാറ്റാം. ബോളിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട്. അതല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യമേ പുട്ട് വേവിക്കുന്ന സമയത്ത് തന്നെ ചേർത്തിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഫ്രഷ് ആയിട്ടുള്ള ചിരകിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു രീതിക്ക് നമുക്ക് അവൽ പുട്ട് കഴിക്കാവുന്നതാണ്. അതല്ല കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ തന്നെ ഒരല്പം ശർക്കര പൊടിച്ചതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ശർക്കര പൊടിച്ചതാണ്, ഓർഗാനിക് ജാഗറി പൗഡറാണ്. അപ്പോൾ ഇതിൽ കല്ലും പൊടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ തന്നെ ചേർക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുട്ടിൻ്റെ ആ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഈ നെയ്യും ശർക്കരയൊക്കെ ഒന്ന് ചേർത്തേക്കണം കേട്ടോ. കൂടെ കുറച്ച് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും കൂടി. അണ്ടിപ്പരിപ്പ് മാത്രമായിട്ട് ചേർത്താൽ മതിയാവും. ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല അണ്ടിപ്പരിപ്പ് ചേർക്കണം എന്നുള്ളത്. കാണാനൊക്കെ ഒരു ഭംഗിക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ആ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ, അതിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ആ ഏലക്കയുടെ ഫ്ലേവറും നെയ്യിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ആ ചെറിയ സ്വീറ്റും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടാണ് കിട്ടുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടമാവും. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു അവൽപുട്ട് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണ്
ചാനലിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.